ഹരേ കൃഷ്ണ. കൊട്ടിയൂർ ക്ഷേത്രം എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. കൊട്ടിയൂർ എന്ന പേര് എങ്ങനെയുണ്ടായി? അവിടെ ഗോവിന്ദ ഹരി ഗോവിന്ദ എന്ന് ഉരുവിടുന്നത് എന്തുകൊണ്ടാണ്? കൊട്ടിയൂർ ക്ഷേത്ര ഐതിഹ്യം, സ്ത്രീകൾക്ക് എന്നൊക്കെയാണ് ഉത്സവ സമയത്ത് അമ്പലത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നത് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഇപ്പോൾ അവിടെ 2026 വൈശാഖോത്സവം നടക്കുകയാണ്. മലബാറിന്റെ മഹോത്സവം എന്നാണ് കൊട്ടിയൂർ വൈശാഖോത്സവത്തെ വിശേഷിപ്പിക്കാറുള്ളത്. കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ എന്ന സ്ഥലത്താണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊട്ടിയൂർ ക്ഷേത്രം ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്നുണ്ട്. എടവമാസത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് അവിടെ ഉത്സവം നടക്കുന്നത്. 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണത്. ക്ഷേത്രോത്സവം എന്നതിലുപരി ഇത് പ്രകൃതിയോട് ചേർന്നുള്ള ആരാധന കൂടിയാണ്. കേരളത്തിലെ മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പോലെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നുമല്ല അവിടെ. ബാവലിപ്പുഴയുടെ 2 കരകളിലായി അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ എന്നീ 2 ക്ഷേത്രങ്ങളാണുള്ളത്. കണ്ണൂരിന്റെ കിഴക്കൻ മേഖലയിലുള്ള ചെറു കുന്നുകൾക്കിടയിൽ ആണ് ആ ഒരു പ്രദേശം. ഉത്സവത്തിന് വേദിയൊരുങ്ങുന്നത് പുഴയുടെ വടക്ക് ഭാഗത്തുള്ള അക്കരെ കൊട്ടിയൂർ ആണ്. ഇവിടെ ഉത്സവത്തിന് മാത്രം ക്ഷേത്രം കെട്ടിയുണ്ടാക്കും. സ്ഥിരമായ ശ്രീകോവിലോ മതിൽക്കെട്ടുകളോ ഒന്നും തന്നെ ഇല്ല. പുഴയുടെ തെക്ക് ഭാഗത്തുള്ള ഇക്കരെ കൊട്ടിയൂർ സ്ഥിരം ക്ഷേത്രമുണ്ട്. വൈശാഖോത്സവ സമയത്ത് അവിടെ പൂജകളൊന്നും തന്നെ ഉണ്ടാവില്ല. അക്കരെ കൊട്ടിയൂർ സാധാരണ അമ്പലങ്ങളിലേതുപോലെ ഒരു വാസ്തുനിർമ്മിതിയുമില്ല. മണിത്തറയും വെള്ളത്തിലും കരയിലുമായി കെട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താത്കാലിക ക്ഷേത്രം. ബാവലിപ്പുഴയിലെ കല്ലുകളും മണ്ണുകളും കൊണ്ടാണ് മണിത്തറ ഉണ്ടാക്കുന്നത്. അവിടെ വെള്ളത്തിലൂടെയാണ് പ്രദക്ഷിണം. വയനാട്ടിലെ മുതിരേരി കാവിൽ നിന്നും പള്ളിവാൾ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ച് പൂജയും ഉണ്ടാവും. ഉത്സവം കഴിഞ്ഞ് ക്ഷേത്രം അടയ്ക്കുമ്പോൾ മുതിരേരി കാവിലേക്ക് വാൾ കൊണ്ടുപോകും. വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെ അവകാശികൾ അവിടെയുണ്ട്. നമ്പൂതിരി സ്ത്രീകൾ, രാജകുമാരന്മാർ എന്നിവർക്ക് അവിടെ പ്രവേശനമില്ല. ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ ഐതിഹ്യം. ദക്ഷന്റെ യാഗഭൂമി ആയിരുന്നു അവിടെ എന്നാണ് പറയപ്പെടുന്നത്. ദക്ഷന്റെ മകളായ സതീദേവി ദക്ഷന്റെ സമ്മതപ്രകാരമല്ലാതെ പരമശിവനെ വിവാഹം കഴിച്ചു. അവരെ അപമാനിക്കാനായി ദക്ഷൻ ഒരു യാഗം നടത്തി. പരമശിവനെയും സതീദേവിയെയും ഒഴികെ എല്ലാവരെയും യാഗത്തിന് ക്ഷണിച്ചു. മഹാദേവന്റെ വാക്കുകൾ കേൾക്കാതെ സതീദേവി യാഗത്തിനു പോയി. അവിടെ വെച്ച് പരമശിവനെ ദക്ഷൻ അപമാനിക്കുകയും അതിൽ മനംനൊന്ത് സതീദേവി യാഗാഗ്നിയിൽ ചാടി ആത്മാഹൂതി ചെയ്യുകയും ചെയ്തു. ഇതറിഞ്ഞ് പരമശിവൻ കോപിഷ്ഠനാവുകയും ജഡ അഴിച്ച് നിലത്തടിച്ച് ഭീകര സ്വരൂപനായി കൈലാസ നിവാസികളെ ഭയപ്പെടുത്തി. കറുത്തതും ശരീരം മാനം മുട്ടെ നിൽക്കുന്നതും ആയ ഒരു അതികായൻ ജഡയിൽ നിന്നും പുറത്തു വന്നു. പരമശിവന്റെ തന്നെ അംശമായ മഹാദേവന്റെ ഭടന്മാരിൽ നായകനായ വീരഭദ്രൻ ആയിരുന്നു അത്. വീരഭദ്രനടക്കം ശിവപാർശ്വതന്മാർ യജ്ഞശാലയിൽ നിരന്നു. അവർ അവിടെ മൊത്തം നശിപ്പിച്ചു, എല്ലാവരെയും ഉപദ്രവിച്ചു. വീരഭദ്രൻ ദക്ഷന്റെ ശിരസ് ശരീരത്തിൽ നിന്നും വേർപെടുത്തി. യജ്ഞശാല കത്തിയെരിക്കുകയും വീരഭദ്രൻ ദക്ഷശിരസ് ദക്ഷിണാഗ്നിയിൽ ഹോമിക്കുകയും ചെയ്തു. വീരഭദ്രനും കിങ്കരന്മാരും കൈലാസത്തിലേക്ക് മടങ്ങി. എല്ലാ ദേവീദേവന്മാരും പരമശിവന്റെ അടുത്തെത്തി. എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് മഹാദേവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു. തല ചിന്നിച്ചിതറിപ്പോയതുകൊണ്ട് ആടിന്റെ തല ചേർത്ത് വെച്ച് ജീവൻ നൽകി. പിന്നീട് അവിടെ ഒരു ശിവലിംഗം സ്വയംഭൂവായി ഉയർന്നു വന്നു എന്നാണ് ഐതിഹ്യം. കാലങ്ങൾക്ക് ശേഷം ഈ പ്രദേശം കാടു കയറി മൂടിപ്പോയി. ഒരു കാലത്ത് ആ വനത്തിൽ വന്ന ഒരു വേടൻ തന്റെ അമ്പ് മൂർച്ച കൂട്ടാനായി അവിടെ കണ്ട ഒരു കല്ലിൽ ഉരച്ചു. പെട്ടെന്ന് ആ കല്ലിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. വേടൻ ഈ വിവരം ഇല്ലത്ത് നമ്പൂതിരിയെ അറിയിക്കുകയും അദ്ദേഹം വന്നു നോക്കിയപ്പോൾ ശിവചൈതന്യമുള്ള സ്വയംഭൂശിലയാണ് അതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് പൂജകൾ തുടങ്ങുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. കൊട്ടിയൂർ എന്ന പേര് വന്നതിലെ ഐതിഹ്യം കേൾക്കാം. ദക്ഷയാഗം തകർത്ത ശേഷം കോപം ശമിച്ച മഹാദേവൻ ദേവന്മാരുടെയും ഋഷിമാരുടെയും അപേക്ഷ പ്രകാരം യാഗം പൂർത്തിയാക്കാൻ അനുവാദം നൽകി. യാഗം പുനരാരംഭിക്കുന്നതിനായി ത്രിമൂർത്തികളും 33 കോടി ദേവന്മാരും ഋഷിമാരും ഒത്തുകൂടിയ സ്ഥലമായതുകൊണ്ട് അവിടെ ഒത്തുകൂടിയ ഊര് എന്ന അർത്ഥത്തിൽ ആദ്യം കൂടിയൂർ എന്ന് അറിയപ്പെട്ടു എന്ന് പറയുന്നു.
കാലക്രമേണ അത് ലോപിച്ച് കൊട്ടിയൂർ എന്നായി എന്നൊരു വിശ്വാസമുണ്ട്. ആടിന്റെ തലവെച്ച് ജീവൻ തിരിച്ചു കിട്ടിയ ദക്ഷൻ തന്റെ തെറ്റു മനസ്സിലാക്കുകയും ഭയഭക്തി ബഹുമാനങ്ങളോടെ കൈകൾ കൊട്ടി ഹരിഹരി എന്ന് വിളിച്ച് സ്തുതിക്കുകയും ചെയ്തു. കൈകൾ കൊട്ടി സ്തുതിച്ച ഊര് എന്നർത്ഥത്തിലാണ് ഈ പ്രദേശത്തിന് കൊട്ടിയൂർ എന്ന് പേര് ലഭിച്ചതെന്ന് വേറൊരു വിശ്വാസം. അവിടെ ഗോവിന്ദ ഹരിഗോവിന്ദ എന്നാണ് ഉരുവിടാറുള്ളത്. ശിവപഞ്ചാക്ഷരിയായ ഓം നമശിവായ മന്ത്രമാണല്ലോ ശിവക്ഷേത്രങ്ങളിൽ ഉരുവിടാറുള്ളത്. അവിടുത്തെ ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഗോവിന്ദ ഹരിഗോവിന്ദ എന്നാണ് ഉരുവിടുന്നത്. അതിന്റെ കാരണം ഇതാണ്. സതീദേവിയുടെ ആത്മാഹൂതിക്ക് ശേഷം മഹാദേവന്റെ കോപം ശമിക്കാൻ മഹാവിഷ്ണുവിനെയാണ് ദേവഗണങ്ങൾ ആശ്രയിച്ചത്. മഹാവിഷ്ണുവിന്റെ സാന്നിധ്യത്തിലാണ് പരമശിവൻ ശാന്തനായതും ദക്ഷനെ പുനർജീവിപ്പിച്ചതും. അതിന്റെ ഓർമ്മയ്ക്കായാണ് ഗോവിന്ദ ഹരിഗോവിന്ദ എന്ന് ഉരുവിടുന്നത് എന്നാണ് വിശ്വാസം. ശൈവ വൈഷ്ണവ ഭേദമില്ലാതെ ഹരിയും ഹരനും ഒന്നു തന്നെ എന്ന തത്വം ഇതിലൂടെ കൊട്ടിയൂർ ഉത്സവം ഉയർത്തിപ്പിടിക്കുന്നു. പണ്ട് കാലത്ത് വന്യമൃഗങ്ങൾ നിറഞ്ഞ കാടിന് നടുവിലൂടെ വേണം ഭക്തർക്ക് കൊട്ടിയൂരിലേക്ക് പോവുമ്പോൾ ഉള്ള ഭയം ഒഴിവാക്കാൻ ഭക്തർ കൂട്ടത്തോടെ ഉറക്കെ ഗോവിന്ദ ഹരിഗോവിന്ദ എന്ന് വിളിച്ച് യാത്ര ചെയ്യും. വലിയ മാനസിക ധൈര്യം അവർക്കത് കൊടുത്തു. ഇനി ഓടപ്പൂവിനെ കുറിച്ചറിയാം. കൊട്ടിയൂരിൽ നിന്നും പ്രസാദമായി വാങ്ങുന്ന ഒന്നാണ് ഓടപ്പൂ. ഇത് വാങ്ങി വീടിന്റെ ഉമ്മറത്തും പൂജാമുറിയിലും വാഹനങ്ങളിലും ഒക്കെ വെക്കുന്നത് സർവ്വ ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. വീരഭദ്രൻ ദക്ഷന്റെ ദീക്ഷ പറിച്ചെടുത്ത് കാറ്റിൽ പറത്തിയ ശേഷമാണത്രേ തല അറുത്തത്. ഈ ദീക്ഷ ആണ് ഓടപ്പൂ പ്രതിനിധാനം ചെയ്യുന്നത്. ദക്ഷന്റെ തലയ്ക്കു പകരം വെച്ച ആടിന്റെ താടിരോമത്തെയും ഓടപ്പൂ ആയി പറയുന്നുണ്ട്. വീരഭദ്രനും സംഘവും ദക്ഷയാഗത്തിന് നേതൃത്വം നൽകിയ മുനിയുടെയും മറ്റ് ഋഷിമാരുടെയും താടിരോമങ്ങൾ പിഴുതെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ടായിരുന്നത്രേ. അതാണ് ഓടപ്പൂക്കൾ എന്നും മറ്റൊരു വിശ്വാസമുണ്ട്. വയനാട്ടിലെ മലനിരകളിൽ നിന്നാണ് ഓടപ്പൂവിനുള്ള മുള ശേഖരിക്കുന്നത്. ഓടപ്പൂ നിർമ്മിക്കുമ്പോൾ പാകത്തിന് മുറിച്ചെടുക്കുന്ന മുള വെള്ളത്തിലിട്ട് സംസ്കരിച്ച ശേഷമാണ് നിർമ്മാണം. 2026 കൊട്ടിയൂരിലെ വൈശാഖോത്സവത്തിന്റെ ചടങ്ങുകളുടെ വിവരങ്ങളും അതേപോലെ ഈ വൈശാഖോത്സവ ദിവസങ്ങളിൽ എന്നൊക്കെ സ്ത്രീകൾക്ക് കൊട്ടിയൂർ പ്രവേശിക്കാം എന്നതുമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. 2026 മെയ് 30 മുതൽ ജൂൺ 20 ഉച്ച ശീവേലി വരെയാണ് സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റുക. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ.